അർഹമുർറഹീമായ അല്ലാഹ്, പടച്ചവനെ ഈ സംഗമം നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ഈ പ്രിയപ്പെട്ട ഹാജിമാരെ, അല്ലാഹുവേ, ഹോളിന്റെ അകത്തുള്ള ഹജ്ജുമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരെ യാത്ര നീ എളുപ്പമാക്കണേ അല്ലാഹ്. പടച്ചവനെ, സന്തോഷത്തോടുകൂടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പുണ്യമായ സ്ഥലങ്ങളിലെത്തി എല്ലാ കർമ്മങ്ങളും ചെയ്ത് തിരിച്ച് നാട്ടിലെത്താൻ, വീട്ടിലെത്താൻ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അവർക്ക് നീ അവസരം നൽകണേ അല്ലാഹ്. ഖൈറുകൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉംറകൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, പുണ്യമായ സ്ഥലങ്ങളിലെത്താൻ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ഈ ഹജ്ജിമാരെ, ഹജ്ജുമ്മമാർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരെ നിന്റെ മഹത്തായ പുണ്യഭൂമിയിലേക്ക് യാത്ര അയക്കുമ്പോ മനസ്സ് പൊട്ടി നെഞ്ച് പൊട്ടിയിട്ട് പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങൾക്ക് എന്നാണ് ആ പുണ്യഭൂമിയിലെത്താൻ സാധിക്കുക എന്ന വലിയ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഈ സാധുക്കൾ, അല്ലാഹ്, ഞങ്ങൾക്കെല്ലാം വിദൂരമല്ലാത്ത ഭാവിയിൽ അടുത്ത സമയത്ത് തന്നെ നിന്റെ പുണ്യഭൂമിയിലെത്താൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ ഹാജിമാരിലെ ഹജ്ജുമ്മമാരിലെ കാൽമുട്ട് വേദനയുള്ളവരുണ്ട്, ശരീരവേദനയുള്ളവരുണ്ട്, ഊരവേദനയുള്ളവരുണ്ട്, മറ്റു പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അതെല്ലാം മറന്നുകൊണ്ട് അങ്ങനെ ഒരു രോഗമേ എനിക്കില്ല എന്ന ആത്മവിശ്വാസത്തോടുകൂടെ നിന്റെ പുണ്യമായ ഭൂമിയിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ അവരെ നീ തുണക്കണേ അല്ലാഹ്. പടച്ചവനെ, ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹാസമ്മേളനമാണ്, വലിയ അമലാണ്. ആ തിക്കിലും തിരക്കിലും ഈ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഹാജിമാർക്ക്, ഹജ്ജുമ്മമാർക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. നിന്റെ അനുഗ്രഹം ചൊരിയണേ അല്ലാഹ്, നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാഹ്. അവര് വീട്ടിൽ നിന്ന് കാലെടുത്ത് വെച്ച തിരിച്ചവരെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നത് വരെ പൂർണ്ണമായി നീ സംരക്ഷണം നൽകണേ അല്ലാഹ്. നിന്റെ സംരക്ഷണം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, അതിയായ കൊതിയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ ഈ വർഷം ഹജ്ജിന് കൊടുത്തിട്ട് പോകാമെന്ന ആഗ്രഹത്തോടുകൂടെ നിൽക്കുമ്പോ പോകാൻ കഴിയില്ല എന്ന വാർത്ത വന്ന് മനസ്സ് പൊട്ടിത്തകർന്നിരിക്കുന്നവർ ഈ മജ്‌ലിസിലുണ്ട്. അടുത്ത വർഷമോ തൊട്ടടുത്ത വർഷങ്ങളിലോ അവരെ നിന്റെ മക്കയിലെത്തിക്കണേ അല്ലാഹ്. പുണ്യമായ മദീനയിലെത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ചിരിച്ചുകൊണ്ട് യാത്രയാക്കുന്ന, സന്തോഷത്തോടുകൂടെ യാത്രയാക്കുന്ന ഈ പ്രിയപ്പെട്ട ഹാജിമാരും ഹജ്ജുമ്മമാരും ആ ചിരിക്കുന്ന മുഖവുമായി, സന്തോഷത്തിന്റെ മുഖവുമായിട്ട് ഞങ്ങളെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച ഞങ്ങളെ നീ കാണിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ അതിഥികളാണ് ഈ നിൽക്കുന്നതാ, നീ പരിഗണിക്കുന്നവരാണ് ഈ നിൽക്കുന്നതാ. നിന്റെ അതിഥികളായി പുണ്യമായ ഭൂമിയിലേക്ക് ദിവസങ്ങൾ കഴിയുമ്പോൾ കടന്നു വരാനിരിക്കുന്ന നീ പൊരുത്തപ്പെടുന്ന ഹാജിമാരാണ്. അവരുടെ ദുആക്ക് ഉത്തരമുണ്ട്, അവർ ആമീനിന് ഉത്തരമുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇതുപോലെ അല്ലാഹുവേ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ ഹജ്ജിന് പോയ ഞങ്ങളെ പ്രിയപ്പെട്ട കാരണവന്മാര്, ഉമ്മമാര് ഇന്ന് ചേരക്കുളം പള്ളിയുടെ ഖബർസ്ഥാനിൽ 6 അടി മണ്ണിൽ ഈ മജ്‌ലിസ് കൊണ്ട് കണ്ടു കിടക്കുന്നുണ്ട് റബ്ബേ. അവരും ഇങ്ങനെ ത്യാഗം സഹിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്തവരാ, അവരും ഇങ്ങനെ വിഷമം സഹിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്തവരാ. നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, മരണപ്പെട്ട മകന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പോകുന്ന ഹാജി ഈ കൂട്ടത്തിലുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. വളണ്ടിയർമാരായി അല്ലാഹുവേ, നൂറുകണക്കിന് ഹജ്ജ്
ഹാജിമാർക്ക് ഖിദ്മത്ത് എടുക്കാൻ പോകുന്നവരുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഹാജിമാർക്ക് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തവര്, അതിനു വേണ്ട നിയമസഹായങ്ങൾ ചെയ്തവര്, അതിനു വേണ്ട ഒത്താശകൾ ചെയ്തവര്, ഇങ്ങനെ വേദി സംഘടിപ്പിച്ചു കൊടുത്തവര്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തവര്, എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. നിലവിലുള്ള ഞങ്ങളുടെ രാജ്യത്തുള്ള അന്തരീക്ഷം കാരണം ഹാജിമാരുടെ യാത്രക്ക് നീ തടസ്സമുണ്ടാക്കല്ല റബ്ബേ, നീ തടസ്സമുണ്ടാക്കല്ല അല്ലാ. പടച്ചവനെ, ഉമ്മ പെറ്റ മക്കളെ പോലെ തിരിച്ച് നാട്ടിലെത്താൻ ഞങ്ങളെ പ്രിയപ്പെട്ട ഹാജിമാർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ജമാഅത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, പരിസര ജമാഅത്തുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. രോഗികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്ത് നീ സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്ത് നീ സമാധാനം നൽകണേ അല്ലാ. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാനെ പോലോത്ത നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടു പോയി, അവരുടെ ഖബറിടങ്ങൾ നീ സന്തോഷമാക്കണേ അല്ലാ. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവരുടെ വീടുകളിൽ നീ റഹ്മത്ത് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് ഹജ്ജ് ചെയ്തവരായിരുന്നു, ഇന്നവര് ഖബറിലാണ്. അവർക്ക് നീ ഹജ്ജിന്റെ പുണ്യം ഖബറിലേക്ക് നൽകണേ അല്ലാ. അവരെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മരണം നീ ഖൈറിലാക്കണേ അല്ലാ. ഈ പ്രിയപ്പെട്ട ഹാജിമാർക്ക് എന്ത് സമാധാനത്തിന്റെ വാക്കുകൾ കൊടുത്താലും അവരെ മനസ്സിന് തീയാണ് അല്ലാ, അവരെ മനസ്സിന് ബേജാറാണ്, അവരെ മനസ്സിന് വിഷമമാണ്. പടച്ചവനെ, അവർക്ക് നീ സന്തോഷം നൽകണേ അല്ലാ, നല്ല ഇഖ്ലാസ് നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ, തഖ്വ നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. പടച്ചവനെ, ഒരുപാട് സഹോദരിമാര് ഈ പരിപാടിയിൽ പങ്കെടുത്തു, ഉമ്മമാര് പങ്കെടുത്തു, കാരണവന്മാര് പങ്കെടുത്തു, അല്ലാ, ചെറുപ്പക്കാര് പങ്കെടുത്തു. ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച പലർക്കും എത്താൻ സാധിക്കാത്തവരുണ്ട് അല്ലാ. എല്ലാവർക്കും നീ അർഹിക്കുന്ന പ്രതിഫലം നൽകണേ അല്ലാ. ആമീൻ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ പരിപാടിയുമായി സഹകരിച്ച എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ഇത് സംഘടിപ്പിച്ച ചെറുപ്പക്കാര്, കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ഈ മഹല്ല നിവാസികൾ, ഉമ്മമാര്, സഹോദരിമാര്, ഇതിന്റെ സൗണ്ട് സിസ്റ്റം ഭംഗിയായി നിർവഹിച്ച പ്രിയപ്പെട്ട സഹോദരൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. കഴിഞ്ഞ വർഷം ഇതുപോലെ സംഘടിപ്പിച്ച, അതുപോലെ അതിന്റെ മുമ്പുള്ള വർഷങ്ങളിൽ സംഘടിപ്പിച്ച എല്ലാ സദസ്സുകളും നീ സ്വീകരിക്കണേ അല്ലാ. ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.